ഇതൊക്കെയതിന് ശേഷം പിന്നെ ഡയറക്ഷനിലേക്ക് പോകാത്തത് എന്തുകൊണ്ട്? അതിനി ഈ ജന്മം അത് മുന്നോട്ട് പോകത്തില്ല. അത് കാര്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ കോ ഡയറക്ഷൻ പോലും ഇല്ല, കോ ഇല്ല. റൈറ്റിംഗ് ഉള്ളതുപോലെ. ഇല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. കാര്യം എന്ന് വെച്ചാൽ ഒന്നെന്ന് വെച്ചാൽ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള കാഴ്ച നമ്മൾ കൊടുക്കുന്ന ചെറിയ കാഴ്ച എരിയാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ ചെറുപ്പക്കാരായിട്ടുള്ള ഇവരും അവരും കൊണ്ട് അതിനെടുക്കേണ്ടതായൊരു വലിയ അധ്വാനവും ഈ സംഗതികളും ഉണ്ട്. അത് ഓരോ ആൾക്കാരുടെ അടുത്തും ചെന്ന് ചിലപ്പം കഥ പറയേണ്ടി വരിക, അല്ലെങ്കിൽ എന്ന് പറയുന്നുള്ള വലിയ പ്രോസസ്സുണ്ട്. അപ്പം ഞാൻ തൽക്കാലം ആ പ്രോസസ്സുകളിൽ നിന്ന് എനിക്ക് അത് പറ്റില്ല. അത് ആ സംവിധായകൻ തന്നെ മിക്കവാറും സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി എത്തിക്കുകയും നമ്മളൊരു കൂട്ടായിട്ടൊക്കെ സ്ഥലത്ത് നിൽക്കുകയും നമ്മളൊരു ഇത് ചെയ്താൽ മതി. അവരെടുക്കുന്നൊരു പെയിൻ എന്ന് പറയും. ഇപ്പം ജയൻ്റെ സ്ഥാനം വിലായത്ത് ബുദ്ധയെ സംബന്ധിച്ചെടുക്കുന്നത് നടൻ്റേതോ സംവിധായകൻ്റെയോ നിർമ്മാതാവിൻ്റെയോ ഒക്കെ അല്ലാത്ത കാരണത്താൽ ഒരു ആക്സിഡൻറ്റ് പ്രധാന നടന് സംഭവിച്ചതിൻ്റെ തുടർന്ന് വെച്ചിട്ട് 1.5-2 വർഷം ഇത് ചെയ്യുന്നു, വീണ്ടും അത് തുടങ്ങേണ്ടി വരുന്നു. ഈ 2 വർഷ കാലയളവെന്നൊക്കെ പറയുന്നത് ഏറ്റവും പെയിൻ അനുഭവിച്ചത് ആ നിർമ്മാതാവും പിന്നെ സംവിധായകനും മാത്രമാണ്. ഞാൻ എൻ്റേതായ സാധനങ്ങളിലേക്ക് എഴുതിക്കൊണ്ട് അദ്ദേഹത്തിന് ആ സമയത്ത് വേറൊരു സിനിമ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കായിരിക്കും വീണ്ടും വരുന്നു. ഇപ്പം കരിമ്പും തോട്ടം ഉണ്ടാക്കിയിടുന്നു. എത്ര ഒരു 6-7 മാസം എടുത്ത് ഫുള്ള് ഉണ്ടാക്കിയിടുന്നു. ഇത് കംപ്ലീറ്റ് കരിഞ്ഞു പോകത്തില്ലേ? വീണ്ടും ഇത് ഒന്നേന്ന് എഴുതിയിട്ട് പോകണം. ഇത് ആര് പോകണം? ഇത് ആരാണ് ഇതിൻ്റെ പിന്നാലെ പോകേണ്ട? ഒരു സംവിധായകൻ മാത്രമാണുള്ളത്.